അപ്പൊ ദൈവം പറയുന്ന പോലെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അയാൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ യോഗ്യത എന്താണ്? ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള യോഗ്യത അയാൾ നേടിയെടുക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഒരു മോൾ ഇവിടെ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത് ഇവളുടെ സാക്ഷ്യം പറയിപ്പിക്കേണ്ടിയില്ലായിരുന്നു തോന്നി. സാക്ഷ്യം നല്ലതായിരുന്നു, പക്ഷേ അവളുടെ മനോഭാവം ശരിയല്ല. സാക്ഷ്യം നല്ലതായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതാണ്, ഞാൻ ആദ്യം കൃപാസനത്തിൽ വന്ന് ഇങ്ങനെ നോക്കി. എല്ലാവരും പറയുന്നുണ്ടല്ലോ ഭയങ്കര അത്ഭുതങ്ങൾ അടയാളം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചെറിയ മാതാവിന് അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാനൊക്കെ ഒന്നും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ കൃപാസനത്തിൽ വന്നല്ലോ, മാതാവിനെ കണ്ടല്ലോ, അപ്പോൾ മാതാവ് ഇത് സത്യമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു അടയാളം കാണിക്കട്ടെ, എന്നിട്ട് ഞാൻ ഉടമ്പടി എടുക്കാം. അയ്യോ, അങ്ങനെ കുറേ ആൾക്കാർ ധരിക്കുന്നുണ്ട്. അത് ഉടായ്പാണ് ശരിക്കും. ഇതാ ദൈവത്തിന് ഒരു പരീക്ഷ. അതായത് ഞാൻ കൃപാസനത്തിൽ വന്നല്ലോ, മാതാവിനെ കണ്ടല്ലോ, ഇനി മാതാവ് ഒരു അടയാളം കാണിക്കട്ടെ, എന്നിട്ട് ഞാൻ ഉടമ്പടി എടുക്കുക. അങ്ങനെ ഇന്നൊരു മോള് പറഞ്ഞിരുന്നു. അപ്പോൾ യൂത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി പോയി. കാരണം യൂത്ത് എല്ലാം ഈ ടൈപ്പാണല്ലോ എന്ന് പറഞ്ഞത്. കുറച്ച് പേരൊക്കെ ടൈപ്പുണ്ട്. അതായത് ദൈവം ആദ്യം അടയാളം കാണിക്കട്ടെ, അത് വർക്കൗട്ട് ചെയ്യത്തില്ല, അത് ദൈവഹിത പ്രകാരമല്ല. ദൈവം നമുക്കൊരു അടയാളം തന്നതിന് ശേഷം നമ്മൾ ഉടമ്പടിയിലേക്ക് വരാമെന്ന് പറയണത് ദൈവത്തിൻ്റെ നിലപാടിന്, ദൈവത്തിൻ്റെ ഒരു വിഷയത്തെ സമീപിക്കുന്നതിനും നേരെ ഘടകവിരുദ്ധമാണ്. എന്താ ദൈവം എന്താ പറയണത്? ആദ്യം നീ ഉടമ്പടി എടുക്ക്, അത് കഴിഞ്ഞിട്ട് ഞാൻ അടയാളം. കാരണം ഉടമ്പടി ഒന്ന് നനഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ്, അതിന് മുമ്പ് എന്തെങ്കിലും ഒരു കാര്യം നടക്കട്ടെ എന്ന് പറയും. എൻ്റെ വസ്തുവെങ്കിലും ആരെങ്കിലും കൊണ്ടുവന്ന് അഡ്വാൻസ് തരട്ടെ, എന്നിട്ട് വേണം എനിക്ക് നനഞ്ഞിറങ്ങി കുളിച്ച് കയറാൻ വേണ്ടി. അത് നടക്കത്തില്ല. ദൈവം പറയും, സാധനം മര്യാദക്ക് ആദ്യം നീ ഞാൻ പറയുന്നത് അനുസരിക്കുക. നമ്മൾ പറയുന്നത് അനുസരിക്കണം, ദൈവത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ അതിൻ്റെ കീഴ്വഴക്കം, ഉടമ്പടിക്ക് കീഴ്വഴക്കം ഉണ്ടല്ലോ. അതെന്താണ്? ആദ്യം നമ്മൾ ദൈവം പറഞ്ഞതുപോലെ ആദ്യം ചെയ്യണം.